ചാലക്കുടിയിൽ LDF-ന് പേയ്മെന്റ് സീറ്റ് എന്ന ആരോപണം. ഗുരുതര ആരോപണവുമായി LDF മുൻ സ്ഥാനാർത്ഥിയും കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവുമായ ഡെന്നിസ് കെ ആന്റണി രംഗത്ത് വന്നിരിക്കുന്നു. ജെയ്സൺ ചമോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, എന്താണ് ചാലക്കുടിയിൽ ഇതൊരു പേയ്മെന്റ് സീറ്റാണെന്നൊരു ആരോപണവുമായിട്ട് പഴയ സ്ഥാനാർത്ഥി തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം? ഇത് ഏത് സാഹചര്യത്തിലാണ് ഡെന്നിസ് കെ ആന്റണി ഇങ്ങനെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്? ജെയ്സൺ. അരുൺകുമാർ, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെട്ട ഏക മണ്ഡലമാണ് ചാലക്കുടി. 1057 വോട്ടുകൾക്കാണ് ഡെന്നിസ് ആന്റണി പരാജയപ്പെട്ടത്. കേരള കോൺഗ്രസിനായിരുന്നു സീറ്റ് നൽകിയിരുന്നത്. ഇത്തവണ ഇവിടെ സീറ്റ് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 5 വർഷം ഇവിടെ പ്രവർത്തിക്കുകയായിരുന്നു. അവസാനം ഒരു ട്വിസ്റ്റ് എന്ന രീതിയിൽ കോൺഗ്രസിന്റെ ചാലക്കുടിയിലെ കൗൺസിലർ ബിജു ചിറയത്തിന് സ്ഥാനാർത്ഥിത്വം നൽകിക്കൊണ്ട് കേരള കോൺഗ്രസ് തീരുമാനം പ്രഖ്യാപിക്കുന്നു. അത് മാത്രമല്ല, ഇദ്ദേഹത്തിനെതിരെ ഈ ഡെന്നിസ് ആന്റണിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളും കൂടി ഉന്നയിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. അപ്പോഴാണ് അദ്ദേഹം ഇത്തരം ഒരു പരസ്യ പ്രസ്താവനയിലേക്ക് വരുന്നത്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് യഥാർത്ഥ സംഭവിച്ചത്? സീറ്റ് അവസാന നിമിഷം വരെ എനിക്കെന്നുള്ള രീതിയിൽ അവിടുന്ന് പാർട്ടി ഓഫീസ് നിർദ്ദേശം ഉണ്ടായിരുന്നു. രാവിലെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു സീറ്റ് ഡെന്നിസ് കാന്റണിക്കാണ്, കൺഫേമായി, പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പ്രഖ്യാപനം വന്ന സമയത്ത് കോൺഗ്രസ് കൗൺസിലറായിട്ടുള്ള ബിജു ചിറയത്തിൻ്റെ പേര് വന്നു. ഞാനതിനെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെയാണ് എടുത്തത്. കാരണം പാർട്ടി തീരുമാനമാണ്. അതിലെനിക്ക് ഒരു വിരോധം, ഞാൻ ഒരു തരത്തിലുള്ള പരസ്യ പ്രതികരണത്തിനോ ഒരു പ്രതികരണത്തിനോ ഒന്നിനും നിന്നില്ല. താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ ഗുരുതരമായ ആരോപണം, കുടിയേക്കാൾ വലുത് കോടികളും അതുപോലെ തന്നെ കുടിലിനേക്കാൾ വലുത് മഹല്ലുകളും എന്ന രീതിയിലുള്ള ഒരു വലിയൊരു താജ്മഹൽ പോലുള്ളത്, അങ്ങനത്തെ എന്താണ് ആരോപണം ഉന്നയിക്കാൻ കാരണം? അത് പറയാനുള്ള പ്രധാന കാരണം, ഞാൻ ഇപ്പോൾ ഇന്നലെ ആശുപത്രിയിലായിരുന്നു. കടുത്ത സമ്മർദ്ദമായിരുന്നു കഴിഞ്ഞ 2-3 ദിവസമായിട്ട്. കാരണം ഈ വന്ന സ്ഥാനാർത്ഥി, പുതിയ സ്ഥാനാർത്ഥി പറഞ്ഞത് ഡെന്നിസ് കെ ആന്റണിയുടെ എൻ്റെ ലോണുകളും ബാധ്യതകളും അദ്ദേഹം ഏറ്റെടുത്തത് കൊണ്ട് ഞാൻ മാറി നിൽക്കുന്നതാണെന്നും സീറ്റ് ലഭിക്കാത്തതല്ല എന്നുള്ള ഒരു പ്രചരണം വന്നു. കഴിഞ്ഞ 53 വയസ്സായിപ്പോൾ എനിക്ക്. എൻ്റെ പൊതുജീവിതവും വ്യക്തിജീവിതവും സുതാര്യവും മൂല്യബോധത്തിൽ അധിഷ്ഠിതമാണ്. ഒരാളിൽ നിന്നും ഒരു ആനുകൂല്യവും ഒരു ഔദാര്യവും പറ്റിയിട്ടല്ല എൻ്റെ പൊതുപ്രവർത്തനം മുന്നോട്ട് പോയിട്ടുള്ളത്. സത്യത്തിൽ ഈ ചാലക്കുടി സീറ്റ് പേയ്മെന്റ് സീറ്റാണോ? അപ്പോൾ ഞാനത് അതിനെക്കുറിച്ചുള്ള ആരോപണത്തിൽ ഞാൻ കിടക്കുന്നില്ല. കാരണം സാധാരണക്കാരന് മത്സരിക്കാൻ പറ്റില്ല, അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവോ, അവൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുന്നൊരു പ്രചരണം വ്യാപകമായിരുന്നു. ഒരു പ്രചരണം വ്യാപകമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പൈസയും ഞാൻ തന്നെ എടുത്തത്. ഈ നിലവിലുള്ള ഇപ്പോഴത്തെ LDF സ്ഥാനാർത്ഥി അങ്ങനെ സ്വന്തമായി എടുക്കാൻ കഴിയാവുന്ന ഒരാളാണോ? അത് സാധ്യതയുണ്ട്. അവർക്ക് നിലവിൽ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ അതിന് സാധ്യതയുണ്ട്. എന്തായാലും എന്നെ പോലുള്ള സംവിധാനത്തിൽ ജീവിക്കുന്ന ആളല്ല. ഈ കേരള കോൺഗ്രസ് പ്രധാനമായി ഇത്തരത്തിലുള്ള ആരോപണം വരുന്നതിന് കാരണം എന്തായിരിക്കും? സാമ്പത്തിക ആരോപണം വരുന്നതിന് കാരണം ഇത് സ്വാഭാവികമായും ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. സമ്പന്നനും സാധാരണക്കാരനും പാവപ്പെട്ടവനും എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തിൽ സാധാരണക്കാർക്ക് ഇടമില്ലാത്തൊരു സാഹചര്യം സംജാതമാവുന്നുണ്ട്. കാരണം സാധാരണക്കാരൻ്റെ ഫണ്ടോടുകൂടി സാധാരണക്കാരിൽ നിന്ന് ശേഖരിച്ച് അങ്ങനെയൊക്കെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്. ഏതെങ്കിലും കോടീശ്വരന്മാർ അവർ ചെലവഴിക്കുന്ന തുക മാത്രം കണ്ടിട്ട് ഒരു പൊതുപ്രസ്ഥാനത്തിന് ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് എല്ലാവരുടേതുമാണ്, ജനാധിപത്യം എല്ലാവരുടേതുമാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാർ താങ്കളുടെ പണം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് സ്ഥാനാർത്ഥിയായില്ല തവണ, അങ്ങനെയാണ് പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. എനിക്കൊരു വിശദീകരണം ശരിക്കും തന്നിട്ടില്ല. എന്നോട് അവസാനം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ, പിന്നെ മറ്റേ പേരാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ള പിന്നീട് ഒരു വിശദീകരണം വന്നിട്ടില്ല. ഏതായാലും പണം ഉള്ളത് കൊണ്ട് മാത്രം മത്സരിക്കാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു എന്നതാണ് അദ്ദേഹം പറയുന്ന രത്നചുരുക്കം. തിരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രചരണത്തിൻ്റെ മൂർധന്യത്തിലേക്ക് കടക്കുമ്പോൾ ഇത്തരമൊരു ആരോപണം വരുന്നത് അത് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരുമായിരുന്നു. ഓക്കെ, താങ്ക് യു. ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് എമ്മിൻ്റെ പഴയ നേതാവ് കൂടിയാണ് ഡെന്നിസ് കെ ആന്റണി. സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമായിരുന്നു കേട്ടോ, സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും ഡെന്നിസ് കെ ആന്റണി. ഡെന്നിസ് കെ ആന്റണിയാണ് പേയ്മെന്റ് സീറ്റ് ആരോപണവുമായി ചാലക്കുടിയിൽ രംഗത്ത് വന്നിരിക്കുന്നത്. അത് LDF-നെ സംബന്ധിച്ച് തലവേദനയാവും എന്ന കാര്യത്തിൽ സംശയമില്ല. പറയുന്നത് പാർട്ടിക്കുള്ളിൽ നിന്നോ സംഘടനയ്ക്കുള്ളിൽ നിന്നോ ഉള്ള ഒരാളാകുമ്പോൾ അതിന് കുറച്ചുകൂടി തീവ്രത ഏറുകയും ചെയ്യും. പക്ഷേ പണമിടപാട് നടന്നതിനോട് ഇതൊക്കെ തെളിയിക്കണം. ഇത് ആര് തെളിയിക്കാൻ, എങ്ങനെ തെളിയിക്കും? പേയ്മെന്റ് സീറ്റുകൾ അതൊരു യാഥാർത്ഥ്യമാണ്. അത് ചാലക്കുടിയിലുണ്ടെന്നല്ല നമ്മൾ പറയുന്നത്, പലയിടങ്ങളിലും അങ്ങനെ ആരോപണം ഉയരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത.